തൃശൂർ ജില്ലയിലെ ഒല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിശുദ്ധ യൂപ്രാസ്യ തീർത്ഥകേന്ദ്രം കേരളത്തിലെ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. വിശുദ്ധ യൂപ്രാസ്യ അമ്മയുടെ വിശുദ്ധ ജീവിതവും കബറിടവും കാരണം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ കബറിടവും അവരുമായി ബന്ധപ്പെട്ട നിരവധി ഓർമ്മകളും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. 1877 ഒക്ടോബർ 17-നാണ് ഇരിഞ്ഞാലക്കുടയിലെ കാട്ടൂര് റോസ എഴുപത്തിങ്കൽ എന്ന പേരിലാണ് വിശുദ്ധ യൂപ്രാസ്യമ്മ ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും വലിയ താല്പര്യമായിരുന്നു. പിന്നീട് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വളരെ ലളിതമായ ജീവിതവും നിരന്തരമായ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലുമായിരുന്നു അമ്മയുടെ ജീവിതത്തിലെ പ്രത്യേകത. ഇവിടെയാണ് കേട്ടോ യൂപ്രാസ്യമ്മയെ ആദ്യം അടക്കം ചെയ്തത്. പിന്നീട് അത് പള്ളിയിലേക്ക് മാറ്റുമായിരുന്നു കേട്ടോ. സന്യാസ ജീവിതത്തിൽ അമ്മ എളിമയും വിനയവും കഠിനമായ പ്രാർത്ഥന ജീവിതവും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ മണിക്കൂറോളം ചിലവഴിച്ച അവർക്ക് പ്രാർത്ഥിക്കുന്ന അമ്മയെന്ന വിശേഷണം ലഭിച്ചു. ഇന്ത്യയിൽ വിശുദ്ധ പദവി ലഭിച്ച ആദ്യകാല വനിതകളിൽ ഒരാളാണ് കേട്ടോ വിശുദ്ധ യൂപ്രാസ്യമ്മ. ഓരോ വർഷവും ഓഗസ്റ്റ് 29 വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ ഓർമ്മ തിരുനാൾ നല്ല ഭക്തിയോടെയാണ് കേട്ടോ ആഘോഷിക്കുന്നത്. വിശ്വാസവും പ്രാർത്ഥനയും വിനയവും സ്നേഹസേവനവും കൊണ്ട് നിറഞ്ഞ വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ ജീവിതം ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആത്മീയ പ്രചോദനമാണ്. ഒല്ലൂർ തീർത്ഥകേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ യൂപ്രാസ്യമ്മ ജീവിച്ചിരുന്ന കോൺവെന്റും അവരുടെ കബറിടവും ഒരേ സ്ഥലത്തുള്ളതാണ്. ഈ ചാപ്പലിന്റെ അകത്തേക്കാണ് കേട്ടോ യൂപ്രാസ്യമ്മയുടെ കബറിടം മാറ്റിയത്. പിന്നെ ഈ ചാപ്പലിലെ അൾത്താരയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. 1913 യൂപ്രാസ്യമ്മ ഒല്ലൂരിലെ സെന്റ് മേരീസ് കോൺവെന്റിലേക്ക് നിയമിതയായി. പിന്നീട് അവിടുത്തെ സുപ്പീരിയറായും സേവനം അനുഷ്ഠിച്ചു. ഒല്ലൂരിലെ കോൺവെന്റിലാണ് അവർ ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ മുഴുവൻ ചെലവഴിച്ചത്. 1952 ഓഗസ്റ്റ് 29-നാണ് ഒല്ലൂരിലെ സെന്റ് മേരീസ് കോൺവെന്റിൽ വെച്ചാണ് വിശുദ്ധ യൂപ്രാസ്യമ്മ അന്തരിച്ചത്. കോൺവെന്റ് ദേവാലയത്തിന് സമീപമാണ് ആദ്യ സംസ്കാരം നൽകിയത്. പിന്നീട് അത് പള്ളിയിലേക്ക് മാറ്റുമായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ പള്ളിയിലെ ഉള്ളിലെ കബറിടം കേട്ടോ. പള്ളിയുടെ അടുത്ത് തന്നെ വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അവിടെ യൂപ്രാസ്യം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങള്, പുസ്തകങ്ങള്, മുറി അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. കത്തോലിക്ക സഭ വിശുദ്ധ യൂപ്രാസ്യമ്മയെ 2006 വാഴ്ത്തപ്പെട്ടവളായും 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. ഈ രൂപത്തിൽ നമുക്ക് യൂപ്രാസ്യമ്മയുടെ കൈവിരലിന്റെ അസ്ഥി നമുക്ക് കാണാം കേട്ടോ. വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് കേട്ടോ, മരിച്ചാലും ഞാൻ നിങ്ങളെ മറക്കില്ല. ഈ വാക്ക് നമുക്ക് പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു രൂപം ഉണ്ട് കേട്ടോ യൂപ്രാസ്യമ്മയുടെ. ആ രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാവേ. ഈ വാക്കുകൾ ഇന്നും അനേകർക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്നു. കേരളത്തിന്റെ സ്വന്തം വിശുദ്ധ, പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായ വിശുദ്ധ യൂപ്രാസ്യമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന വിശ്വാസികൾ സ്നേഹത്തോടെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ യൂപ്രാസ്യ അമ്മയുടെ ഓർമ്മകൾ തിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് തൃശൂർ ഒല്ലൂരിലെ സെന്റ് മേരീസ് കോൺവെന്റ്. ഇന്ന് വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ കബറിടത്തിലേക്ക് പ്രാർത്ഥനയോടെ എത്തുന്ന നിരവധി വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടെ. നിങ്ങൾ തീർച്ചയായിട്ടും തൃശ്ശൂർ വരുവാണെങ്കിൽ ഈ ഒരു പള്ളിയിൽ കൂടി വരണം കേട്ടോ. വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ കബറിടം അതേപോലെ തന്നെ മ്യൂസിയം ഒക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ.